ഉമ്മയുണ്ടല്ലോ, നമ്മളെ നൊന്ത് പ്രസവിച്ച് നമ്മുടെ ഉമ്മച്ചിയുണ്ടല്ലോ, ആ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാണ്. ഉമ്മയുടെ മുഖത്ത് നോക്കിയിരുന്നാൽ ഇന്ന് സമയമില്ലല്ലോ, ഉമ്മയുടെ ഗ്ലാമർ മുഴുവനും നഷ്ടപ്പെട്ടു പോയല്ലോ, മുടിയെല്ലാം നരച്ചു പോയല്ലോ, ഉമ്മയുടെ മുഖത്ത് നോക്കാൻ മടിയാണ്. ഇന്ന് വളർന്നു വരുന്ന യുവതലമുറകൾക്ക് തന്റെ കൂട്ടുകാരോട് ഇതാണ് എന്റെ ഉമ്മയെന്ന് പറയാനാണ് കേടാ. അങ്ങനെയുള്ള ഒരു കാലത്തുകൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു സഹാബി കടന്നു വന്നു. അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പുണ്ട് നബിയേ, ഏറ്റവും കൂടുതൽ കടമയോരാടോ, ഏറ്റവും കൂടുതൽ കടമയാരോടാ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാ നബിയേ? ഉമ്മയോടാണ്. പിന്നെ ആരോടാ നബിയേ? ഉമ്മയോടാണ്. പിന്നെ ആരോടാ നബിയേ? വാപ്പയോടാണ്. 3 പ്രാവശ്യവും അല്ലാഹുവിന്റെ റസൂൽ ഉമ്മ ഉമ്മ ഉമ്മ. പടച്ചവനെ, 3 പ്രാവശ്യം ഉമ്മയുടെ പേരാ പറഞ്ഞത്. കാരണം എന്ത്? ഉമ്മയുടെ മഹത്വം എന്ത്? ഗർഭം ചുമന്നതു 10 മാസം തന്നെയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്ന് വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. ഗർഭം ചുമന്നത് ഉമ്മയാ മോനെ, നൊന്ത് പ്രസവിച്ചത് ഉമ്മയാ മോനെ, പാല് നിന്ന് വളർത്തിയത് ഉമ്മയാ മോനെ. അതുകൊണ്ട് നിന്റെ ഉമ്മയോടാണ് ഏറ്റവും കടമയെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ, നീ രക്ഷപ്പെടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ.